ഇത് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷ്യമാണ്. ഇത് ലോകചരിത്രത്തിൻ്റെ പുസ്തകത്താളുകളിൽ എഴുതി ചേർത്ത കൽപ്പിത കഥാപാത്രങ്ങളാൽ നിർമ്മിതമായ രചനകളല്ല. മനുഷ്യജീവനുകളെ നിർമൂലം നിഗ്രഹിച്ച് സാമ്രാജ്യങ്ങൾ അധീനതയിലാക്കിയ വിപ്ലവകാരികളുടെയും യുദ്ധവീരന്മാരുടെയും കല്ലറ കൊണ്ട് അവസാനിച്ച ജീവിതകഥയല്ല. 21 നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ കാലചക്രത്തെ AD എന്നും BC എന്നും വേർതിരിച്ച് തൻ്റെ ഇഹലോകവാസം വെടിഞ്ഞ് കന്യകയുടെ ഉദരത്തിൽ ഉരുവായി ലോകരക്ഷയ്ക്കായി ഭൂവിൽ അവതരിച്ച വിശ്വപ്രജാപതിയായ 33 വർഷം ഈ ഭൂവിൽ ജീവിച്ച് പാപികൾക്ക് വേണ്ടി ശബ്ദമുയർത്തി തടവിൽ കിടന്നവരെ മോചിപ്പിച്ച് അന്ധന്മാർക്ക് കാഴ്ച നൽകി റോമൻ പടയാളികളാൽ നിഷ്ഠൂരം പീഡനമേറ്റുവാങ്ങി ഒടുവിൽ പൊന്തിയോസ് പീലാത്തോസിൻ്റെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെയും അതിലെ കോടാനുകോടി ഗാലക്സികളെയും തൻ്റെ ഒരു വാക്കാൽ സൃഷ്ടിച്ച, ആഴിയെ തൻ്റെ കരത്തിൽ തൂക്കി നോക്കുന്ന, ക്രൂശിൽ സാത്താൻ്റെ തല തകർത്ത് ജയോത്സവം കൊണ്ടാടി ഇനി ഒരിക്കലും തുറക്കാനാകാത്ത വിധം മുദ്ര ചെയ്ത കല്ലറയിലടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ ക്രിസ്തുവിൻ്റെ കരുണയിലും കൃപയിലും ബലത്തിലും ഉയർത്തെഴുന്നേറ്റ ഒരു സൈന്യവ്യൂഹത്തിൻ്റെ പോരാട്ട നാൾവഴികളാണിത്. ഫ്രഞ്ച് സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയും സൈനിക മേധാവിയുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് തൻ്റെ അവസാന നാളുകളിൽ ഇങ്ങനെ കുറിച്ചു: അലക്സാണ്ടറും സീസറും ഷാർലമേലും ഞാനും വലിയ സാമ്രാജ്യങ്ങൾ ബലം കൊണ്ട് കെട്ടിപ്പടുത്തു, എന്നാൽ ക്രിസ്തു മാത്രം സ്നേഹത്തിൽ തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചു. ആ സാമ്രാജ്യത്തിലെ സൈന്യവ്യൂഹമായി 1 പതിറ്റാണ്ട് പിന്നിട്ട് ജൈത്രയാത്ര തുടരുന്ന ഗ്രേസ് ഫാമിലി ചർച്ചിൻ്റെ പിന്നിട്ട വഴികളാണിത്. ജനുവരി മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ കർത്താവിനോടുള്ള കൊതിയും ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് പ്രൊഫറ്റ് ടിജോ തോമസും ഒപ്പം ഒരു കൂട്ടം ശുശ്രൂഷകരും കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ അടൂർ പട്ടണത്തിൽ ഒരു ചെറിയ സുവിശേഷ യോഗം സംഘടിപ്പിച്ചു. അതിശക്തരായ ദൈവദാസന്മാർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും നിരവധി വ്യക്തികൾ കർത്താവിലേക്ക് തിരിയുകയും ചെയ്തു. എന്നാൽ ആ മീറ്റിങ്ങുകൾക്ക് ശേഷം പ്രധാനമായി അടൂരിൽ 3 കാര്യങ്ങൾ സംഭവിച്ചു. 1. ക്രിസ്തുവിന് വേണ്ടി ശക്തിയോടെ പോരാടുന്ന ഒരു സൈന്യവ്യൂഹം ഉടലെടുത്തു. 2. അടൂരിൻ്റെ ആത്മമണ്ഡലത്തിൽ ഒരു പുത്തൻ ഉണർവ് നിറഞ്ഞു. 3. ലോകരാഷ്ട്രങ്ങളിൽ ഉണർവിൻ്റെ അഗ്നിയെ ഊതിപ്പടർത്തുവാൻ അടൂർ എന്ന ചെറുപട്ടണത്തിൽ നിന്നും ഒരു സഭ കർത്താവിൻ്റെ കരവിരുതിനാൽ സൃഷ്ടിക്കപ്പെട്ടു. അതാണ് നമ്മുടെ ഗ്രേസ് ഫാമിലി ഇന്റർനാഷണൽ മിനിസ്ട്രീസ്. ഒരു സഭയായി മുൻപോട്ടു പോകുവാനുള്ള ദർശനം പ്രൊഫറ്റ് ടിജോയുടെ മനസ്സിൽ കർത്താവ് നൽകുകയും തൽഫലമായി അടൂർ ബൈപ്പാസിലുള്ള ലോഗോസ് ഓഡിറ്റോറിയത്തിൽ സഭയുടെ ആദ്യ ആരാധന നടത്തുകയും ചെയ്തു. ആദ്യ ദിനം തന്നെ ആരാധനയ്ക്കെത്തിയവരാൽ ഹാൾ നിറഞ്ഞു കവിയുകയും നിരവധി രോഗികൾ രോഗങ്ങളിൽ നിന്നും മുക്തരാവുകയും അനേകർ സ്നാനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആരാധനയ്ക്കായി കടന്നു വന്നിരുന്ന വിശ്വാസികളുടെ ഓരോ ആഴ്ചയുമുള്ള വർധനവ് മൂലം തിരഞ്ഞെടുത്ത ഹാൾ പോരാതെ വരികയും അടൂർ തന്നെയുള്ള മറ്റു പല ഓഡിറ്റോറിയങ്ങളിലും ആരാധനകൾ നടത്തേണ്ടിയും വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒഴുക്ക് എല്ലാ മീറ്റിങ്ങുകളിലും ദൃശ്യമായിരുന്നു. അതിനാൽ തന്നെ സഭയ്ക്ക് സ്വന്തമായി ഒരു സ്ഥലം ആവശ്യമായ സാഹചര്യം വരികയും പ്രാർത്ഥനയുടെ ഫലമായി വൈകാതെ തന്നെ അടൂർ ബൈപ്പാസിൽ നെല്ലിമൂട്ടിൽ പടിയിൽ അതിമനോഹരമായ ഒരു സ്ഥലം കർത്താവ് സഭയ്ക്കായി നൽകുകയും ഗ്രേസ് ഫെലോഷിപ്പ് മിനിസ്ട്രീസ് എന്ന നാമധേയത്തിൽ സഭ അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഓൺലൈൻ പ്രേക്ഷകരിൽ പോലും അവിശ്വസനീയമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തുകൊണ്ടിരുന്നു. ദൈവപ്രവൃത്തികളെ എതിർക്കുന്നവരെ പോലും നിശബ്ദരാക്കുന്ന അത്ഭുതങ്ങളായിരുന്നു കർത്താവ് സഭയിൽ ചെയ്തിരുന്നത്. എന്നാൽ ഒട്ടും വൈകാതെ തന്നെ ചില സുവിശേഷ വിരോധികൾ സഭയ്ക്കെതിരെ വരികയും പോലീസ് അധികാരികളെ കൂട്ടുപിടിച്ച് ആരാധനകൾ തടയുകയും ചെയ്തു. ഇനി ഒരിക്കലും തുറക്കാനാകാത്ത വിധം ഗ്രേസ് ഫെലോഷിപ്പ് ചർച്ച് വിശ്വാസികൾക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു. അങ്ങനെ സഭ ഒരു ഓർമ്മ മാത്രമായി അടൂർ പട്ടണത്തിൽ അവശേഷിച്ചു. എന്നാൽ അടച്ചുമുദ്ര ചെയ്ത കല്ലറ തകർത്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ സൃഷ്ടാവായ ക്രിസ്തുവിൻ്റെ കൃപയാൽ വെറും 4 ആഴ്ചകൾക്കുള്ളിൽ തന്നെ അധികാരികളുടെ അന്തിമവിധിയെ മാറ്റിയെഴുതി കോടതി വിധി അനുകൂലമാക്കി സഭ വീണ്ടും അടൂരിൽ തുറക്കപ്പെട്ടു. സഭ ആരംഭിച്ച ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആരാധന നടത്തുവാനായി മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കുവാൻ വീണ്ടും വിശ്വാസികൾ നിർബന്ധിതരായി. കാരണം ഓരോ ആരാധനയുടെയും തുടക്ക സമയം മുതൽ അവസാനം വരെ 100 കണക്കിന് വിശ്വാസികൾക്ക് സ്ഥലം തികയാതെ ടെന്റിന് പുറത്ത് നിൽക്കേണ്ടി വരുന്ന കാഴ്ചയാണ് ആദ്യ നാൾ മുതൽ തന്നെ സഭ കണ്ടുകൊണ്ടിരുന്നത്.
നാൾക്കുനാൾ സഭയിൽ നടന്നുകൊണ്ടിരുന്ന ദൈവപ്രവൃത്തികളുടെ വാർത്തകൾ അടൂർ എന്ന ചെറുപട്ടണത്തിന് പുറത്തേക്ക് വ്യാപിക്കുകയും അനേകം പേർ ഗ്രേസ് ഫെലോഷിപ്പ് എന്ന സഭയെക്കുറിച്ച് അറിയുവാനും നമ്മോടുകൂടെ പങ്കുചേരുവാനും ഇടയായി. ആ നാളുകളിൽ സഭയിൽ ശുശ്രൂഷകൾക്കായി വന്നു ചേർന്ന ദൈവദാസന്മാരിലൂടെ സഭയ്ക്ക് ഒരു വിശാലമായ സ്ഥലം ദൈവം അവകാശമായി നൽകും എന്ന ദൂതുകൾ കൈമാറി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം അതിപ്രബലവും സഭയുടെ വളർച്ച വിസ്മയജനകവുമായിരുന്നു. അതിനാൽ തന്നെ എതിർപ്പുകളും വളരെയധികം സഭയ്ക്കെതിരെ വളർന്നു വന്നുകൊണ്ടിരുന്നു. എന്നാൽ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ കർത്താവ് നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. വിവിധ രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുവാനും ലോകപ്രശസ്തരായ നിരവധി ദൈവദാസന്മാരുമായി ഒരുമിച്ച് ശുശ്രൂഷിക്കുവാനും അവരോടൊത്ത് ദൈവവചനം പങ്കിടുവാനും ദൈവദാസനെ കർത്താവ് സഭാരംഭം മുതൽ അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ ക്രിസ്തുവിനെ അറിഞ്ഞതും അനേക വിടുതലുകളും സൗഖ്യങ്ങളും ഈ യോഗങ്ങളിൽ നടന്നു എന്നതും പ്രസ്താവ്യമത്രേ. ഗ്രേസ് ഫാമിലി ചർച്ചിന്റെ നേതൃത്വത്തിൽ ഇന്നുവരെ നടന്നു വന്ന ചില പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ. എന്ന വർഷത്തിന് ദൈവം സഭയ്ക്ക് നൽകിയിരുന്ന വാഗ്ദത്തവചനം ഫ്രം പ്രോമിസ് ടു ഇൻഹെറിറ്റൻസ്, വാഗ്ദത്തത്തിൽ നിന്നും അവകാശത്തിലേക്ക് എന്നായിരുന്നു. ആ വാഗ്ദത്തവചനം പോലെ തന്നെ സഭ മുൻ വർഷങ്ങളിൽ ലഭിച്ച വാഗ്ദത്തങ്ങളിൽ നിന്നും അതിൻ്റെ അവകാശത്തിലേക്ക് ചുവടുവെച്ച വർഷമായിരുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം താൻ നൽകിയ വാഗ്ദത്തം പോലെ തന്നെ അടൂർ പട്ടണത്തിൽ വൈദ്യൻസ് നഗറിൽ സഭയ്ക്കൊരു വിശാലമായ സ്ഥലം നൽകുകയും 2016 മെയ് മാസം 15 അവിടെ ആരാധനകൾ ആരംഭിക്കുകയും ചെയ്തു. പുതിയ ടെന്റിലെ ആദ്യ ആരാധനയിൽ ശുശ്രൂഷിച്ചത് ബഹുമാനീയനായ കർത്തൃദാസൻ PG വർഗീസ് ആയിരുന്നു. പീഡനം മുറുകുന്തോറും സഭ വലുതാവുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 4:34 ഇങ്ങനെ പറയുന്നു: നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വയ്ക്കും. ഈ ദൈവവചനത്തെ ആസ്പദമാക്കി 2016 മാർച്ച് മാസം അടൂരിൽ വെച്ച് നടന്ന പ്രൊഫറ്റിക്കൽ കോൺഫറൻസിൽ പ്രൊഫറ്റ് എഡ് ബ്രാൻസൺ മുഖ്യ അതിഥിയായി എത്തുകയും അപ്രകാരം ഒരു ശുശ്രൂഷ നടത്തുകയും അത് കേരളത്തിനകത്തും പുറത്തും പെന്തക്കോസ്ത് കോളത്തിൽ ഒരു വിവാദമായി ചിലർ സൃഷ്ടിക്കുകയും അനേകർ സഭയ്ക്കെതിരെ നാവുയർത്തുകയും ചെയ്തു. ബേത്ലഹേമിൽ ജനിച്ച യേശു ഗലീലായിലെ നസറത്തിൽ 30 വയസ്സുവരെ ആരും അറിയപ്പെടാത്തവനായി തൻ്റെ മാതാപിതാക്കളായ യോസേഫിനും മറിയത്തിനുമൊപ്പം ജീവിച്ചു. എന്നാൽ 30 വയസ്സായപ്പോൾ യോർദാൻ നദിക്കരയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു. തൻ്റെ ആശയങ്ങളും ജീവിതവും ആ കാലത്തെ യഹൂദ മത നേതാക്കന്മാരുടെ ആശയങ്ങളെ ഇളക്കിമറിക്കുന്നതായിരുന്നു. അങ്ങനെ അന്നുവരെ നസ്രത്ത് എന്ന ചെറുപട്ടണത്തിൽ മാത്രം കേട്ട യേശു എന്ന പേര് അതിനു പുറത്തേക്ക് വ്യാപിച്ചു. അതുപോലെ ആ വിവാദ വിഷയം ഗ്രേസ് ഫാമിലി എന്ന സഭയുടെ അതിരുകളെ വിസ്താരമാക്കുന്നതായിരുന്നു. ആ സംഭവത്തിനു ശേഷം കൂടുതൽ ജനങ്ങളിലേക്ക് ദൈവശബ്ദം എത്തുകയും അനേകർ ഗ്രേസ് ഫാമിലി സഭയിലേക്ക് കടന്നു വരികയും ചെയ്തു. ആ കോൺഫറൻസിൽ പ്രൊഫറ്റ് എഡ് ബ്രാൻസൺ ഗ്രേസ് ഫെലോഷിപ്പ് എന്ന സഭയുടെ നാമം മാറുകയും ഗ്രേസ് ഫാമിലി ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന നാമം കർത്താവ് സഭയ്ക്കായി നൽകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ വർഷം തന്നെ ദുബായിൽ ഗ്രേസ് ഫാമിലിയുടെ സഭ ആരംഭിക്കുകയും ചെയ്തു. അപ്പസ്തോല പ്രവൃത്തികൾ 1:8 ഇങ്ങനെ പറയുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോസ്തലൻ ഗുളിർമോയുടെ പ്രത്യേക ക്ഷണപ്രകാരം മിയാമിയിൽ വെച്ച് നടന്ന ക്യാപ് കോൺഫറൻസിൽ സംബന്ധിക്കുവാനും അവരോട് പ്രവചിക്കുവാനും പ്രൊഫറ്റ് ടിജോയെ ദൈവം ഉപയോഗിച്ചു. ലോകപ്രശസ്ത പ്രവാചകി സിൻഡി ജേക്കബ്സിൻ്റെ ക്ഷണപ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഡാലസിൽ വെച്ച് നടന്ന ഗ്ലോബൽ പ്രൊഫറ്റിക് സമ്മിറ്റിൽ
ഇന്ത്യയിൽ നിന്നും പ്രൊഫറ്റ് ടിജോ ഒരു പ്രധാന അതിഥിയായി പങ്കെടുക്കുകയും സ്പാനിഷ് ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ സുവിശേഷകനെ ഇന്റർവ്യൂ ചെയ്യുകയും ജനീവയിലെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസിൽ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തത് ദൈവപ്രവൃത്തികൾക്ക് പരിധികളില്ല എന്ന് തെളിയിക്കുന്നവയായിരുന്നു. 2018 എന്ന വർഷം കേരളത്തിലെ പ്രധാന 2 പട്ടണങ്ങളായ എറണാകുളത്തും തിരുവനന്തപുരത്തും ഇന്ത്യക്ക് പുറത്ത് ബഹ്റിൻ രാജ്യത്തും സഭ ആരംഭിക്കുവാൻ നമുക്ക് ദൈവകൃപയാൽ സാധ്യമായി. ഇന്ന് കേരളത്തിൽ അടൂർ, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് എന്നീ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് ദുബായ്, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലും ഗ്രേസ് ഫാമിലി ചർച്ചിൻ്റെ ആരാധനകൾ നടക്കുന്നു. ആ വർഷം തന്നെ ദൈവിക സമൃദ്ധിയും ദൈവത്താൽ ലഭിക്കുന്ന സമ്പത്തും എന്ന വിഷയത്തെ ആസ്പദമാക്കി സൂപ്പർ നാച്ചുറൽ കിങ്ഡം ഫിനാൻസ് എന്ന പുസ്തകം രചിക്കുവാൻ കർത്തൃദാസനെ ദൈവം ഉപയോഗിച്ചു. മലയാള ഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, സ്പാനിഷ്, തെലുങ്ക് എന്നീ ഭാഷകളിലേക്ക് ആ പുസ്തകം തർജ്ജിമ ചെയ്യപ്പെട്ടു. അതിനുശേഷം രചിക്കപ്പെട്ട പ്രാവചനിക സ്വപ്നങ്ങൾ എന്ന പുസ്തകം ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് പ്രസിദ്ധീകരിക്കുവാൻ സർവശക്തനായ ദൈവം അവസരം നൽകി. ഗ്രേസ് ഫാമിലി ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം സഭാ വളർച്ചയുടെ എടുത്തു പറയേണ്ട ഘടകങ്ങളിലൊന്നാണ് അതിശക്തമായി സഭാവേലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. അവർക്ക് പ്രാർത്ഥനാ പിന്തുണയോടെ ശക്തരായ അവരുടെ മാതാപിതാക്കളും. 2018 എന്ന വർഷത്തിൽ ഈ കൊച്ചു കേരളത്തെ പിടിച്ചുകൊലുക്കിയ ജലപ്രളയത്തിൽ ഒരായുസ്സുകൊണ്ട് നേടിയതെല്ലാം നഷ്ടപ്പെട്ടു നിന്ന സഹോദരങ്ങൾക്ക് സഹായഹസ്തവുമായി ഗ്രേസ് ഫാമിലിയിലെ സഹോദരങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും രക്ഷാപ്രവർത്തനങ്ങളിലും പങ്കുചേർന്നത് അഭിമാനത്തോടെ തന്നെ ഈ അവസരത്തിൽ ഓർക്കുന്നു. 2019 നവംബർ മാസം 1-ാം തീയതി കേരളത്തിലാദ്യമായി ഒരു സഭയുടെ ഉടമസ്ഥതയിൽ ഒരു TV ചാനൽ ലോഞ്ച് ചെയ്തു എന്ന പദവിയുമായി ഗ്രേസ് ഫാമിലി TV എന്ന ക്രിസ്ത്യൻ ചാനൽ ആരംഭിക്കുവാൻ കഴിഞ്ഞതും ഗ്രേസ് ഫാമിലി എന്ന സഭ കർത്താവിൻ്റെ കരവിരുതനാൽ ഓരോ ദിവസവും കൂടുതൽ മേന്മയോടെ പണിയപ്പെടുന്നു എന്നതിൻ്റെ അടയാളങ്ങളായിരുന്നു. എഫേസ്യർ 6:13 മുതൽ 17 വരെ ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിനും ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ എന്ന സന്ദേശപ്രകാരം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം എത്തിക്കണം എന്ന ആഗ്രഹത്താൽ പ്രവാചകന്മാരെയും അപ്പൊസ്തോലന്മാരെയും വാർത്തെടുക്കണമെന്ന ഒരേ ഉദ്ദേശത്തോടെ സഭ ആരംഭിച്ചതിനു ശേഷം എല്ലാ വർഷവും അപ്പോസ്തോലിക് ആൻഡ് പ്രൊഫറ്റിക് കോൺഫറൻസ് എന്ന പേരിൽ പ്രത്യേകം മീറ്റിങ്ങുകൾ ഗ്രേസ് ഫാമിലി ചർച്ചിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. 2014 ഏപ്രിൽ 9 മുതൽ 12 വരെ അടൂരിൽ വെച്ച് നടന്ന ആദ്യത്തെ അപ്പോസ്തോലിക് ആൻഡ് പ്രൊഫറ്റിക് കോൺഫറൻസിൽ പ്രൊഫറ്റ് ടിജോ തോമസ്, പാസ്റ്റർ സുരേഷ് ബാബു, പാസ്റ്റർ MA വർഗീസ്, പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ, പാസ്റ്റർ നിജു മാത്യു എന്നിവർ ശുശ്രൂഷിച്ചു. തുടർ വർഷങ്ങളിൽ അപ്പോസ്തൽ അനിസിൻ കെ സാമുവൽ, പാസ്റ്റർ സാമച്ചൻ പുനലൂർ, പാസ്റ്റർ ബിജി അഞ്ചൽ, പാസ്റ്റർ KA എബ്രഹാം, പ്രൊഫറ്റ് ഉണ്ടി വില്യംസ്, അപ്പോസ്തൽ ഡേവിഡ് ഹോഗൻ, 20-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ ഉണർവിന് ദൈവം അതിശക്തമായി ഉപയോഗിച്ച ദേവദാസൻ AA അലന്റെ ചെറുമകൾ പാസ്റ്റർ ഷെറിൽ ബ്രെയിൻ, കൂട്ടാളി പാസ്റ്റർ ഡേവ് ബ്രെയിൻ, 20-ാം നൂറ്റാണ്ടിലെ ഇന്തോനേഷ്യയുടെ ആത്മീക മണ്ഡലത്തിന്റെ ഉണർവിന് ചുക്കാൻ പിടിച്ച റിവൈവലിസ്റ്റ് മെൽ ടാറി, ടീച്ചർ ജസുദിയൻ സിൽവസ്റ്റർ, അപ്പോസ്തൽ ആമോ സിംഗ്, ബ്രദർ മാത്യു കുരുവിള, അപ്പോസ്തൽ റാം ബാബു എന്നിവർ ശുശ്രൂഷിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. ഈ ദൈവവചനത്തെ ആസ്പദമാക്കി സഭാരംഭം മുതൽ ഇന്ന് ഈ ദിവസം വരെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മീറ്റിങ്ങുകളും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ റിവൈവൽ മിഷൻ ട്രിപ്പുകൾ സംഘടിപ്പിക്കുകയും സുവിശേഷം മുടങ്ങിയിട്ടില്ലാത്ത അനേകം പട്ടണങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാനും ഗ്രേസ് ഫാമിലി സഭയ്ക്ക് കഴിഞ്ഞു. സുവിശേഷ വിരോധം കൊടുമ്പിരി കൊണ്ട് നിന്നിരുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ടീമായി സഞ്ചരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും
പ്രൊഫറ്റ് ടിജോ തോമസിനെയും ഒപ്പം കർത്താവിനു വേണ്ടി എരിവോടെ നിൽക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരെയും കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം ജനങ്ങൾ ഈ മീറ്റിങ്ങുകളിൽ കർത്താവിനാൽ സ്പർശിക്കപ്പെടുകയും സഭയോട് ചേരുകയും ചെയ്തു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ന്യൂഡൽഹി, തമിഴ്നാട്, കർണാടക, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഗോവ, ആന്ധ്രാപ്രദേശ് കൂടാതെ മറ്റനേകം സംസ്ഥാനങ്ങളിൽ മിഷൻ ട്രിപ്പുകൾ നടത്തുവാനും ദൈവം സഹായിച്ചു. കേരളത്തിലെ മീറ്റിങ്ങുകളിൽ കണ്ടുവരുന്ന ചെറിയ ജനക്കൂട്ടത്തെ അന്നുവരെ കണ്ടിരുന്ന നാം നോർത്ത് ഇന്ത്യ ക്രൂസൈഡുകൾ ശുശ്രൂഷിക്കേണ്ടി വന്നത് ലക്ഷങ്ങൾ കവിയുന്ന ജനസാഗരങ്ങളെയായിരുന്നു. ഈ മീറ്റിങ്ങുകളിലെല്ലാം നടന്ന അത്ഭുത സാക്ഷ്യങ്ങൾ മാനുഷിക ബുദ്ധികൾക്കും അപ്പുറമായിരുന്നു. അതിനാൽ തന്നെ പല സെക്കുലർ ചാനലുകളും ഈ മീറ്റിങ്ങുകൾക്കെതിരായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും പലരും പരസ്യമായി നമുക്കെതിരെ രംഗത്തു വരികയും ചെയ്തു. എന്നാൽ അതൊന്നും സർവശക്തനായ ദൈവത്തിൻ്റെ സംരക്ഷണത്താൽ നമ്മെ തെല്ലും ബാധിച്ചില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സുവിശേഷം പ്രഘോഷിച്ചതിന് ജയിലറകളിൽ കൊടും പീഡനം അനുഭവിക്കേണ്ടി വന്ന 500-ൽ പരം ദൈവദാസീദാസന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2022 ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ലക്നൌവിൽ വെച്ച് ഉത്തർപ്രദേശ് പാസ്റ്റേഴ്സ് കോൺഫറൻസ് നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു എന്നത് വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്നു. ഈ മീറ്റിംഗിൽ ശുശ്രൂഷിച്ചത് അപ്പോസ്റ്റൽ അനിസിം കെ സാമുവൽ, പാസ്റ്റർ തോമസ് എബ്രഹാം, പാസ്റ്റർ ജോഷി, പാസ്റ്റർ ഡാമിയൻ ആന്റണി, പാസ്റ്റർ രാജേഷ് മാത്യു, പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ, പ്രൊഫറ്റ് ടിജോ തോമസ് എന്നിവർ ആയിരുന്നു. പ്രൊഫറ്റ് ടിജോ തോമസിന് പ്രിൻസി തോമസിനെയും 5 തലമുറകളെയും നൽകി ദൈവം അനുഗ്രഹിച്ചു. ഗ്രേസ് ഫാമിലി ചർച്ചിൻ്റെ ജൈത്രയാത്രയിൽ നിരവധി വഴിത്തിരിവുകൾ ഓരോ ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. സഭ അടൂർ പട്ടണത്തിൽ സ്ഥാപിതമായത്, ഇന്ത്യക്കകത്തും പുറത്തും ഗ്രേസ് ഫാമിലിയുടെ സഭകൾ തുടങ്ങുവാൻ കഴിഞ്ഞത്, TV ചാനൽ ലോഞ്ച് ചെയ്തത്, നിരവധി ലോകപ്രശസ്ത ദൈവദാസന്മാർ ഗ്രേസ് ഫാമിലി സഭയിൽ ശുശ്രൂഷകൾക്കായി എത്തിയത് എന്നിവ അതിൽ ഉൾപ്പെടുന്നു. അതുപോലെ സംഭവിച്ച ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു 2021 അവസാന മാസങ്ങളിൽ ഗ്രേസ് ഫാമിലിയുടെ ചരിത്രത്തിൽ സംഭവിച്ചത്. അതായിരുന്നു 2021 നവംബർ മാസം അടൂരും പരിസര പ്രദേശങ്ങളിലും 45 വർഷത്തിനിടയിലുണ്ടായ അതിശക്തമായ ഒരു ജലപ്രളയം. ഒരു ഞായറാഴ്ച ദിവസമായിരുന്ന അന്ന് സഭാരാധന നടത്തുവാൻ പോലും കഴിയാതെ ചർച്ചിനുള്ളിൽ മുഴുവൻ പ്രളയജലത്താൽ നിറഞ്ഞു. ഇനി എന്തു ചെയ്യണം എന്നുപോലും അറിയാതെ ഏവരും സ്തബ്ധരായി. നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും അനേകം ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സഭയെ എതിർക്കുന്നവർ പലരും നേരിട്ടും നവമാധ്യമങ്ങളിലൂടെയും അതൊരാഘോഷമാക്കുകയും കളിയാക്കലുകളും പരിഹാസങ്ങളും നമുക്കെതിരെ തൊടുത്തുവിടുകയും ചെയ്തു. എന്നാൽ അടുത്ത എന്തോ ഒരു ചലനം സഭയ്ക്ക് സംഭവിക്കുവാൻ പോകുന്നു എന്ന് ദൈവദാസന് കർത്താവ് ആ സംഭവത്തിൽ കൂടി വെളിപ്പെടുത്തി. ആ സംഭവത്തിനു ശേഷം സഭാരാധന നടത്തിയിരുന്നത് അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ ആയിരുന്നു. പിന്നീട് നടന്നത് ചരിത്രം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഗ്രേസ് ഫാമിലി എന്ന സഭ അടൂർ പട്ടണത്തിൽ ഇനിയൊരു ഓർമ്മ മാത്രമാണെന്ന് കരുതിയവർക്ക് മുന്നിൽ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അടൂർ നഗരമധ്യത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ഒരു ഓഡിറ്റോറിയം കർത്താവ് സഭയ്ക്കായി പണിതുയർത്തി. സഭാവിശ്വാസികളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സാത്താന്യ ശക്തികളുടെ ചീട്ടുകൊട്ടാരം പാടെ തകർന്നടിഞ്ഞു. സകലരിലും ആശ്ചര്യമുണർത്തുന്ന ഒന്നായിരുന്നു ആകസ്മികമായി സംഭവിച്ച സഭയുടെ പുതിയ മുഖം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആവേശത്തോടെ പങ്കുചേരുവാൻ സഭാവിശ്വാസികളെ ഒന്നടങ്കം കർത്താവ് ബലപ്പെടുത്തി. അസ്ഥി താഴ്വരയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ നിർജീവമായ അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ അതിൽ ശ്വാസം വന്ന് ഒരു വലിയ സൈന്യവ്യൂഹമായി മാറിയതുപോലെ അസ്ഥിവഞ്ചരമായി കിടന്നിരുന്ന ആ സ്ഥലം പൂന്തോട്ടമായി മാറിയിരിക്കുന്നു. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന നന്ദിയുള്ള ഹൃദയത്തോടുകൂടി 2024 നമുക്ക് വരവേൽക്കാം.